പൂരം കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണം. സിനിമ ഗംഭീരമായിട്ടുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ് ഗംഭീരം. പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് എമ്പുരാൻ? അടിപൊളി അടിപൊളിയാണ്. എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലല്ല ഹോളിവുഡ് മേക്കിംഗ് എല്ലാം ബെറ്റർ ദാൻ. മഞ്ജു വാര്യറിന് നല്ല പവർ പാക്ക് പെർഫോമൻസ് ആണ്. നമ്മുടെ കൂടുതൽ സസ്പെൻസ് പറയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ടോവിനോ നന്നായിട്ടുണ്ട്. പിന്നീട് വില്ലന്മാർ ഒരു ഇന്റർനാഷണൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവി. ശരി. ബഡ്ജറ്റ് നമ്പർ 1 എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതുപോലൊരു മലയാള സിനിമ ഇതുപോലൊരു ബഡ്ജറ്റ് പടം എടുത്തിട്ടില്ല. കാത്തിരുന്നത് വെറുതെ ഇല്ലേ? എങ്ങനെയുണ്ടോ? കൂടുതൽ ആരാ പെർഫോം ചെയ്താരാ കൂടുതൽ? മേക്കിംഗ് അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് കാശ് മുടക്കുന്നു പറഞ്ഞാൽ വാരി എറിഞ്ഞേക്കുവാ പൈസ. ലാലേട്ടൻ കസറിയോ? രക്ഷയില്ല. ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പടം കയറി. മലയാളത്തിലെ ഏറ്റവും ഹൈ ബഡ്ജറ്റ് ഉള്ള സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി കണ്ടിറങ്ങിയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പൂർണ്ണമായിട്ട് അഭിപ്രായം പറയാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പം എല്ലാവരും എന്താ ഈ രോമാഞ്ചം എന്ന് പറയത്തില്ല, അവസാനം വന്നു. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടം തന്നെയാണ് ഉറപ്പായും. യു എസ് ആർമിയുടെ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മോഹൻലാലിൻ്റെ എൻട്രി സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ലോക സിനിമയ്ക്ക് തന്നെ വേണമെങ്കിൽ ഇവരെയൊക്കെ ചുമ്മാ ഒന്ന് ഒരു ഗൈഡാക്കി എടുക്കാം. അത്രയ്ക്ക് നല്ല രീതിയിലാണ്. പൃഥ്വിരാജിന്റെ മൂന്നാമത്തെ പടമാണെന്ന് പറയത്തില്ല. വാച്ചിയുണ്ട് മൂവി തന്നെയാണെന്ന് ഉറപ്പിച്ച് എത്രയും ഇതിലും മികച്ച വിജയമാകട്ടെ. വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് പൃഥ്വിരാജാണെങ്കിലും ടോവിനാണെങ്കിലും മഞ്ജു വാര്യരല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ തകർത്താടിയിട്ടുണ്ട്. ഒരു മേക്കിംഗ് സ്റ്റൈൽ സൂപ്പർവായിട്ടുണ്ട്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സൂപ്പർവായിട്ടുണ്ട്. ചില ക്യാമറ സീക്വൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ പടം കണ്ടിരിക്കുന്ന ഒരു വേ ഓഫ് സ്റ്റൈല് പടത്തിൽ വന്നിട്ടുണ്ട്.